അങ്ങനെ ദേവയാനി നയനയുടെ കയ്യിലേക്ക് ആ താക്കോൽ കൂട്ടം കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് അനന്തപുര തറവാടിന്റെ താക്കോൽ കൂട്ടം കൊടുക്കാണ്. അപ്പൊ ആ താക്കോലിൽ അങ്ങനെ ആ ഒരു കബോർഡിനകത്തായിരിക്കും ക്യാഷും അങ്ങനെ ഡോക്യുമെന്റ്സ് ഒക്കെ വെക്കാറ്. അങ്ങനെ ഇവര് രണ്ടുപേരും ആ നയനയും ആദർശം കൂടിയിട്ട് പുറത്തേക്ക് പോവാണ്. ഈ സമയം നോക്കിയിട്ട് ജലജ ആലോചിക്കാണ്, അവരുടെ മുറിയിൽ പോയിട്ട് എന്തേലും തപ്പി നോക്കുക, എന്തേലും സംഭവം കിട്ടാതിരിക്കില്ല, ഇവരെങ്ങോട്ടാ പോയെ, എന്താ ചെയ്യുന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ തപ്പാൻ പോകുമ്പോഴായിരിക്കും ഈ ഒരു താക്കോല് അവളുടെ ബെഡിനിടയിൽ നിന്നും ജലജയ്ക്ക് കിട്ടുന്നത്. ഇത് വമ്പറൊരു അവസരമാണല്ലോ എന്ന് പറഞ്ഞിട്ട് ജലജ അപ്പോൾ തന്നെ ഈ താക്കോല് കൊണ്ട് അനാമികയെ കാണിക്കുന്നുണ്ട്. ഇതുകൊണ്ട് നമുക്ക് എന്തിനു പണി, നയനയ്ക്ക് ടൊപ്പിക്കണമെന്ന് പറയുമ്പോൾ അനാമിക പറയാണ് എന്നിലൊരു പക്ക ഐഡിയ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അനാമികയും ജലജയും പോയിട്ട് ആ താക്കോൽ ഉപയോഗിച്ച് ആ കബോർഡ് തുറക്കാണ്. തുറന്നതിന് ശേഷം അതിനുള്ളിലുള്ള 5 ലക്ഷം രൂപ എടുത്ത് ജലജ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവിടെ പൂട്ടിയിട്ട് താക്കോല് കൊണ്ട് ഹാളിലെ തറയിലിട്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഗ്യാസ് ബുക്ക് ചെയ്തിട്ട് ഗ്യാസിന് ക്യാഷ് മേടിക്കാൻ വേണ്ടിയിട്ട് ആള് വന്നിട്ട് വാദിക്കാൻ നിൽക്കാണ്. അയ്യോ നയന ഇവിടെ ഇല്ലല്ലോ, പിന്നെ ക്യാഷ് എങ്ങനെ എടുക്കും എന്ന് ചോദിക്കുകയാണ് ദേവയാനി. നിങ്ങളുടെ ആളുകളുടെ ക്യാഷിലും ചോദിക്കുമ്പോൾ ഇല്ല അച്ഛാ, ആളുകളിൽ ക്യാഷ് ഇല്ല, എല്ലാരും അതിലല്ലേ വെക്കാറ്, കാർഡ് എടുക്കുമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല മാഡം, ക്യാഷ് കയ്യിൽ തന്നെ തരണമെന്ന് അയാൾ പറയുന്നുണ്ട്. അങ്ങനെ അയാൾ അവിടെ നിൽക്കുകയാണ്. ഈ സമയത്ത് ദേവേനെ കുറെ തവണ നയനെയും ആദർശനെയും വിളിക്കുന്നുണ്ടെങ്കിലും രണ്ടുപേരും ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. രണ്ടുപേരും ഫോൺ എടുക്കുന്നില്ല അച്ഛാ എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പൊ എന്താ ചെയ്യുക, നിങ്ങള് അവസരപ്പെടാതെ ഒന്ന് തപ്പി നോക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് പെട്ടെന്ന് ദേവയാനി ആ താക്കോൽ തറയിൽ കിടക്കുന്നത് കാണുന്നത്. അയ്യോ ഇതെങ്ങനെ താക്കോൽ തറയിൽ വന്നത്, ഞാനിത് നയനയുടെ കയ്യിൽ കൊടുത്താണല്ലോ എന്ന് പറയുന്നുണ്ട്. ആഹാ എന്തായാലും കിട്ടിയത് നന്നായി, മോള് പോയിട്ട് തുറന്നു നോക്ക്, ആ കബോർഡിനുള്ളില് പൈസ ഉണ്ടെങ്കിൽ എടുത്തോണ്ട് കൊടുക്കുക എന്ന് പറയാണ്. ശരി വെച്ചാന്ന് പറഞ്ഞിട്ട് ദേവയാനി താക്കോലും കൊണ്ടിട്ട് ആ പൈസ ഇരുന്ന കബോർഡ് തുറക്കാൻ പോവാണ്. തുറന്നു നോക്കുമ്പോ അതിനകത്തൊന്നും കാണില്ല കേട്ടോ. അവള് തിരിച്ച് അടച്ചു വെച്ചിട്ട് തിരിച്ചിറങ്ങിയിട്ട് പറയാണ്, അച്ഛാ അതിലൊന്നുമില്ല, ഞാൻ 5 ലക്ഷം രൂപ അതിനകത്ത് വെച്ചിട്ടാ നയനയുടെ കയ്യിൽ താക്കോല് കൊടുത്തെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ജാനകി ചോദിക്കാണ്, നല്ല കാര്യമായി, കള്ളനിയിൽ തന്നെ താക്കോൽ കൊടുത്തല്ലേ ചോദിക്കാണ്. അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, ദേ ആവശ്യമില്ലാതെ എന്റെ അനിയത്തെ കുറിച്ച് അനാവശ്യം പറയരുത്, അവൾ അങ്ങനെ പൈസ ഒന്നും എടുക്കില്ല, എടുക്കാനാണെങ്കിൽ അവൾക്ക് എപ്പോഴും എടുക്കാറുന്നു, അവൾ അധ്വാനിച്ച് തന്നെയാ ഇതുവരെ ജീവിച്ചത് എന്ന് നവ്യ പറയുന്നുണ്ട്. എങ്കിൽ പിന്നെ ക്യാഷ് എവിടെ പോയെന്ന് ചോദിക്കുകയാണ് ജലജ. അത് അവിടെ എവിടെയും തന്നെ കാണും, അല്ലെങ്കിൽ നിങ്ങൾ ആരെടുത്തായിരിക്കും, അല്ലാതെ എന്റെ അനിയത്തെ ഒരിക്കലും എടുക്കില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അനാമിക പറയാണ്, എന്റെ കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ടെന്നും പറഞ്ഞിട്ട് അയാൾക്ക് കൊടുത്തു വിടുന്നുണ്ട് അനാമിക. അങ്ങനെ ദേവയാനി ആകെപ്പാടെ ടെൻഷൻ അടിച്ചിട്ട് അവിടുന്ന് ഫോൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫോൺ വിളിച്ചോണ്ടേ ഇരിക്കുകയാണ് കേട്ടോ നയനെയും ആദർശനെയും കൂടെ കൂടിയിട്ട്. അപ്പോഴേക്കും അനാമിക പറയാണ്, എന്നോട് ആരും ദേഷ്യപ്പെടില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം, രാവിലെ ഞാന് അതിലെ മുറിയുടെ നയനേച്ചിയുടെ മുറിയുടെ പാസ് ചെയ്ത് പോയപ്പോ കണ്ടതാ, നയനേച്ചിയുടെ കയ്യില് പൈസ ഇരിക്കുന്നില്ല, എനിക്ക് തോന്നിയതാ എന്തോ ഒരു വെപ്രാളം ധൃതിയും ഉണ്ടായിരുന്ന ഏട്ടത്തേക്ക് പെട്ടെന്ന് എന്തോ കയ്യിൽ മറച്ചെടുക്കുന്നതിന് തോന്നിയെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, ഇല്ല ഒരിക്കലും നയങ്ങൾ അങ്ങനെ ചെയ്യില്ല എന്ന് പറയുമ്പം, അല്ല മുത്തശ്ശ അത് ക്യാഷ് ആണെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ മറച്ചു പിടിക്കുന്നത് ഞാൻ കണ്ടപ്പോ ക്യാഷ് പോലെ ഒരു കെട്ടായിരുന്നു കയ്യില് എന്ന് പറയുന്നുണ്ട്. അവളിപ്പോ എവിടെ പോയതാന്ന് ജലജ ചോദിക്കുമ്പോഴേക്കും ദേവനി പറയുന്നുണ്ട്, വീട്ടിലേക്ക് പോവാണെന്നാ പറഞ്ഞതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം എത്തേണ്ട സ്ഥലത്ത് തന്നെ ആ ക്യാഷ് എത്തിയെന്ന് പറയുന്നുണ്ട് ജാനകി. അവള് ആ ക്യാഷിലെ അടുത്ത് അവളുടെ വീട്ടിൽ കൊടുക്കാൻ പോയതായിരിക്കും എന്ന് പറയണ്ടോ ജാനകി. അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, ആവശ്യമില്ലാത്തത് പറയരുത്, അവളുടെ കബോർഡിൽ തന്നെ ആദ്യം ഇഷ്ടം പോലെ പണം വെച്ചിട്ടുണ്ട്, എങ്കിൽ പിന്നെ അത് അവൾക്ക് കൊണ്ടുപോയിക്കൂടാന്ന് ചോദിക്കുന്നുണ്ട്. അതിലൊരു ത്രില്ലില്ലല്ലോ, ഇതായിരിക്കും അവൾക്ക് ഇഷ്ടപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞ് ജാനകിയും കളിയാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാരും നയന തന്നെയാണ് കള്ളിന്ന് തന്നെ ഉറപ്പിക്കുന്നുണ്ട്. അങ്ങനെ ദേവേനി പറയുന്നുണ്ട്, നയന വന്നിട്ട് എന്താണെങ്കിലും നമുക്ക് ചോദിച്ചിട്ട് തീരുമാനിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അനാമിക മനസ്സിലോർക്കുന്നുണ്ട്, ഈ തള്ള എന്തെങ്കിലും കാര്യം ഉണ്ടായാലും എന്നെ അപ്പ തന്നെ കുടുക്കി വരും, അതുകൊണ്ട് ഇവരുടെ അടുത്ത് കുറച്ച് കെയർഫുൾ ആയിട്ട് തന്നെ ഇരിക്കണമെന്ന് ആലോചിക്കുകയാണ് അനാമിക. അപ്പൊ തന്നെ ജലജയും മനസ്സിൽ ആലോചിക്കുന്നുണ്ട്, ഈ അനാമിക നമ്മളെ ഉദ്ദേശിച്ചപോലൊന്നുമല്ല, 18 പണിയും പഠിച്ചിട്ട് വന്നവളാ, അതുകൊണ്ട് അവളെ ഒന്ന് സൂക്ഷിക്കണമെന്ന് അവളും കരുതുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കരുതിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അനാമിക പറയുന്നുണ്ട്, ഞാൻ കണ്ടത് പൈസ ആണെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഞാൻ കണ്ടു എന്റെ എടുത്തോണ്ട് പോകുന്നെന്ന് പറയുമ്പോഴേക്കും നവ്യ പറയാണ്, മുത്തശ്ശ ഇവള് പറഞ്ഞൊക്കെ മുത്തശ്ശൻ വിശ്വസിക്കാണോ, നയന ചെയ്യുന്ന മുത്തശ്ശിന് തോന്നുന്നുണ്ടോ, എനിക്ക് ഓർമ്മ വെച്ച നാളെ മുതലേ നയനെ കഷ്ടപ്പെടുന്ന ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നവളാ, ഇതുവരെ 1 രൂപ പോലും അവൾ അല്ലാതെ അധ്വാനിക്കാതെ ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ദേവേനെ ചോദിക്കുകയാണ്, നവ്യാപ്പിന്റെ ക്യാഷ് എവിടെ പോയി എന്ന് ചോദിക്കുന്നുണ്ട്. അതോടെ എവിടെയും കാണും, അല്ലെങ്കിൽ ആദർശയുടെ മുന്നിൽ എടുത്താണെങ്കിലോ എന്ന് പറയുന്നുണ്ട്. ആദർശം എടുത്താണെങ്കിൽ ചോദിക്കാതിരിക്കില്ലല്ലോ, ഈ താക്കോൽ എങ്ങനെ വന്നെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നവിക്ക് എന്തോ ഒരു ഡൗട്ട് അടിക്കുന്നുണ്ട്, ശരിക്കും അനാമികയും ജലജയും ക്യാഷ് കൊണ്ട് വെച്ചിരിക്കുന്ന എന്താണെന്നറിയാമോ,
നവിയുടെ മുറിയിൽ കബോർഡിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു സംഭവിച്ച് തപ്പിച്ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ നവിയെ പിടിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ക്യാഷ് നവിയുടെ കബോർഡിൽ കൊണ്ടുവെക്കുന്നത് കേട്ടോ. ഈ ഒരു സംഭവം നവിയെ കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ ഈ 5 ലക്ഷം രൂപയായി നവിയ അനാമികയും ജലജയും അറിയാതെ അവിടുന്ന് മാറ്റുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ആദർശ് നയനങ്ങളെ കൂടിയിട്ട് നയനയുടെ വീട്ടിലേക്ക് പോയതായിരിക്കും. അങ്ങനെ എല്ലാവർക്കുള്ള ഡ്രസ്സൊക്കെ ആയിട്ടാണ് ആദർശ് പോകുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും എല്ലാരും അവനെ ഭയങ്കരമായിട്ട് വെൽക്കം ചെയ്യുന്നുണ്ട് കേട്ടോ. നിനക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് കണ്ണൊക്കെ കെട്ടിയിട്ടാണ് നയനെ ആദർശ് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ നയൻ എല്ലാവരും ചെന്ന് കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. അവർക്ക് വലിയ സന്തോഷമാകുന്നു കേട്ടോ. കഴിക്കുമെന്നും പറഞ്ഞിട്ട് വിഭവ സമർപ്പമായ സദ്യയൊക്കെ ഉണ്ടാക്കി ആദർശിന് വിളമ്പുന്നുണ്ട് നയനയുടെ അമ്മ. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ചെന്ന് കഴിക്കാന്നും പറഞ്ഞിട്ട് എല്ലാവരും ഇരുത്തുന്നുണ്ട്. ഈ സമയത്ത് നന്ദു ആണെങ്കിൽ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരുന്നുണ്ട്. എങ്ങനെ ആവശ്യപ്പെട്ടാൻ ചോദിക്കുമ്പോൾ അടിപൊളിയായിട്ടുണ്ട്, നിനക്ക് ഇഷ്ടപ്പെട്ടല്ലോ, അത് മതി എന്ന് പറഞ്ഞിട്ട് ആദർശ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആവശ്യപ്പെട്ടാന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി നിന്ന് ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട്. ഈ സമയത്ത് ആദർശ് പറയാണ്, അന്ന് സ്വാമിയുടെ മുമ്പിൽ വെച്ച ആ വെൽക്കം ലെറ്റർ ഉണ്ടല്ലോ അത് ഞാനാ കീറിക്കളഞ്ഞെന്ന് പറയുമ്പോൾ അത് ഞങ്ങളെല്ലാം കണ്ടായിരുന്നു മോനെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആകെപ്പാടെ അങ്ങ് ക്രിഞ്ചായിട്ടിരിക്കുന്നുണ്ട് ആദർശ്. ഇങ്ങനെ നാണങ്ങിട്ടിരിക്കാണ്. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് സന്തോഷത്തോടെ ആഹാരമൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് തിരിച്ചിറങ്ങുന്നുണ്ട്. അങ്ങനെ നയനയ്ക്കും കുറെ ഡ്രസ്സുകളൊക്കെ ആവശ്യം എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ആയിട്ട് ഇവർ നേരെ അനന്തപുരിലേക്ക് വരുമായിരിക്കും. അനന്തപുരിലാണെങ്കിലോ ഈ സമയത്ത് വലിയൊരു പൊട്ടിത്തെറി കഴിഞ്ഞ് നിൽക്കുകയാണ് നയനെ കള്ളിയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും മുത്തശ്ശിയും പറയുന്നുണ്ട്, അങ്ങനെ അവൾ എടുത്തുന്നുണ്ടെങ്കിൽ അവൾ എടുത്തോട്ടെ, ഇനി അവനെ കുറിച്ച് ആരും ചോദിക്കോ പറയുമൊന്നും വേണ്ട എന്ന് പറയാണ്. ദേവേനി പറയുന്നുണ്ട്, അതെ അത് അവൾക്കൊരു അവകാശപ്പെട്ടതല്ലേ, അവൾ എടുത്തെങ്കിൽ അവള് കുഴപ്പമില്ല, അവൾ എടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ പ്രശ്നം സോൾവ് ചെയ്യാണ് നവി പറയുന്നുണ്ട്. അങ്ങനെ പക്ഷെ സോൾവ് ചെയ്യാൻ പറ്റത്തില്ല മുത്തശ്ശ, അവൾ എടുത്തിട്ടില്ലാത്ത കാര്യം അവൾ എടുത്തു എന്ന് പറഞ്ഞിട്ട് ഇനി അവളോട് പോലും ചോദിക്കാതെ തീർപ്പാക്കിയാല് എന്താ അർത്ഥം ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ജാനകി പറയാണ്, അവള് കള്ളിയാ, അവൾ എടുത്തു തന്നെയാ, പിന്നെ ഇനി അവളോട് ചോദിച്ചിട്ട് വേണം തീരുമാനിക്കാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നവി പറയാണ്, അതെ അവളോട് ചോദിച്ചു തന്നെ തീരുമാനിക്കണമെന്ന് പറയുന്നുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ നവ്യ നീ കുറച്ചു നേരത്തിന് സമാധാനപ്പെട്, എന്തായാലും അവരിങ്ങോട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് ചോദിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ കേസ് അങ്ങനെ മുത്തശ്ശിയും പതിയെ ഒതുക്കിയിടുന്നുണ്ട് കേട്ടോ. കാരണം നയനെ എടുത്തെന്ന് പറഞ്ഞിട്ട് എല്ലാവരും മുമ്പിൽ വെച്ചിട്ട് നയനെ ഇവര് വഴക്ക് പറയുന്നത് പേടിച്ചിട്ടാണ് മുത്തശ്ശി അങ്ങനെ ചെയ്യുന്നത്. അവൾ എടുത്തോണ്ട് വീട്ടിലേക്ക് പോയാണെങ്കിൽ പൊക്കോട്ടെ എന്നൊരു ഭാവത്തിലായിരിക്കും ദേവയാനിയും സാറിയില്ലാന്നൊരു അർത്ഥത്തിൽ തന്നെ ദേവയാനിയും പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ അവര് വന്ന് വീട്ടിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഈ സമയത്ത് ആദർശ് നയനോട് പറയാണ്, നീ ഇപ്പൊ വീട്ടിലേക്ക് വരണ്ട, പതിയെ വാ, ഞാൻ പോയി അമ്മയോട് എവിടെ പോയെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് വരാം, അമ്മ ഇപ്പൊ വിളിച്ചപ്പോ ആകപ്പാട് ദേഷ്യത്തിലാകുന്നില്ല എന്ന് പറയുന്നുണ്ട്. ശരി ആദർശിട്ടാ പൊയ്ക്കോന്നും പറഞ്ഞിട്ട് നയന ആദർശിനെ മുമ്പേ പറഞ്ഞിടുന്നുണ്ട്. നയന കാറിൽ നിന്ന് കുറെ സാധനങ്ങളൊക്കെ എടുത്തിട്ടാണ് വരുന്നത്. ഇതേ സമയത്ത് വലിയൊരു ട്വിസ്റ്റ് സംഭവിക്കുന്നുണ്ട്. ഈ ക്യാഷ് എടുത്ത് മാറ്റി വെച്ചത് ജലജയാണല്ലോ, അത് നമ്മൾ നവിയുടെ കയ്യിൽ കിട്ടുന്നുണ്ടല്ലോ, നവി അതെടുത്ത് വീണ്ടും മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതും പറഞ്ഞിട്ട് നവി അവിടെ വലിയൊരു ബഹളം തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വീഡിയോസ് നമ്മൾ അടുത്തൊരു അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ നയന നിരപരാധി എന്നുള്ള കാര്യം അവിടെ തെളിയിക്കുന്നുണ്ട്. ആദർശാണ് എല്ലാവരും പൊരിച്ചെടുക്കുന്നുണ്ട്. അതിന്റെയൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അടുത്തൊരു അപ്ലോഡ് ചെയ്യാം. മിസ്സായിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.